പിന്നെ ഇവരല്ലേ രതീഷ്, ഓരോ ടീമിലും നിലവിൽ എത്ര ബോംബുകൾ ബാക്കിയുണ്ടെന്ന് ഇപ്പോൾ പരിശോധിച്ച് പറയുക. ഓക്കെ, മഞ്ഞപ്പൊടി ഉണ്ടോ നോക്ക്. 100% ബോംബുകൾ എം ടി ആണ്. ടണൽ ടീമിന് ബോംബുകൾ 4 ഉണ്ട്. നെക്സ്റ്റ് ടീമിനും ബോംബുകൾ 4 ഉണ്ട്. ബിഗ് ബോസ് 7 മണിക്ക് മേലടാണ് എമ്പലച്ചവി സ്റ്റൈലിതാ സൂപ്പർ സ്റ്റൈലിതാ സ്റ്റൈലൊക്കെ ബിക്കോസ് നമ്മുടെ സെൻട്രല് നേരത്തെ വന്ന പോലെ ഓരോ ടീമിന്റെയും സേനാധിപന്മാർ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന ബോംബുകളുടെ പെട്ടിയെടുത്ത് കൊണ്ടുവരിക. വിശ്വസിക്കാലോ അല്ലേ? വിശ്വസിക്കാവോ? ഞാൻ ഒരു കാര്യം പറയാം, 2 ഇടത്തിന് വേണമെങ്കിൽ എന്നെ നിനക്ക് വിശ്വസിക്കാം. ഞാൻ പറയാൻ ചെയ്യില്ല, ചെയ്യില്ല. നീ ഇത് മറ്റതൊന്ന് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ ടീമല്ലേ? എന്ത് കഷ്ടമാണ് ചോദിക്കാം. ടീമല്ലേ? 10 വേറെ സത്യസന്ധത ഓരോ ജവാന്റെയും മുഖമുദ്രയാണ്. അവരെയും ട്രസ്റ്റ് ചെയ്യും. നമ്മൾ അവർക്ക് കൊടുത്ത വാക്ക് നമ്മൾ പാലിക്കണം. അവര് നമ്മളോട് പാലിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ തീർന്നു. പിന്നെ ഒരു കുന്തോ ഇല്ല. സത്യസന്ധത പറഞ്ഞത്. ഒരു കാരണവശാലും എടുത്തെറിയാനോ ഒളിപ്പിക്കാനോ പാടില്ല. മുഖംമൂടിയല്ല, മുഖമുദ്ര. കഴിഞ്ഞ തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്താലും അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. എക്സാക്ട്ലി, ഞാനും കാണുന്നുണ്ട്. പ്രേക്ഷകരും കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. നമുക്ക് അടുത്ത് പരിപാടി അല്ല, അത് ഇവിടെ വെച്ചത് പറഞ്ഞല്ലേ? അല്ല, നമ്മുടെ സ്വന്തം ബോംബുകൾ മാത്രം എതിർ ടീമിലേക്ക് എറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നേരത്തെ എറിഞ്ഞതിനകത്ത് എന്തോ ഒരു വെർബൽ ഗെയിമാണ്, അറിയാണ്ടെറിഞ്ഞതാ, പറ്റിപ്പോയതാണ്. ആദ്യം വാക്പോരാണ്. ബസർ കേൾക്കുമ്പോൾ ആരംഭിക്കുക. നിലവാരമില്ലാത്ത കളി കളിക്കരുതെന്ന് ബിഗ് ബോസ് വരെ ഇവിടെ വന്ന് കൃത്യമായിട്ട് അനൗൺസ് ചെയ്യണമെങ്കിൽ അതൊരു ഗെയിമിന്റെ ഇടയ്ക്ക് ബിഗ് ബോസ് ഇടപെട്ടിട്ട് ആദ്യമായിട്ടായിരിക്കും ബിഗ് ബോസ് സീസൺ 6 ഹിസ്റ്ററിയിൽ, മുമ്പത്തെ എനിക്കറിയില്ല, സീസൺ 6 ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടായിരിക്കും നിലവാരമില്ലാത്ത കളി പ്രേക്ഷകർ കാണുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നത്. ഈ ബിഗ് ബോസ് ഈ സീസണിന്റെ ഹിസ്റ്ററിയിൽ ഫസ്റ്റ് ടൈം ആയിരിക്കും. അത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് ഈ വീടിന്റെ അകത്ത് നിന്ന് ഓരോ വ്യക്തികൾക്കും തെളിയിച്ചു കൊടുത്തതാണ്. അതിനെ എതിർത്ത ഓരോ ടീം മെമ്പറിനോടാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് ഇപ്പൊ അതിനുള്ള തെളിവ് വന്നു കഴിഞ്ഞു. എന്ത്? സത്യസന്ധത, മുഖമുദ്ര. ഏറ്റവും വേണ്ടത് ഒരു പട്ടാളക്കാരനെ ഏറ്റവും വേണ്ടത് സത്യസന്ധത. അവന്റെ കണ്ടിട്ടുള്ള ഒരു സാധനത്തിനെ എതിർത്ത് സംസാരിക്കാതെ കൃത്യമായിട്ട് പറയാനുള്ള ധൈര്യം. ആ ധൈര്യം ഇല്ലാത്തവരാണ് ടണലിലും ഡെന്നിലും ഉള്ള പലരും. എല്ലാവരും ഞാൻ പറയില്ല, പലരും എന്ന് ഞാൻ പറയും. അത് അക്സെപ്റ്റ് ചെയ്തവരുണ്ട്, മാപ്പ് പറഞ്ഞവരുണ്ട്. പക്ഷെ അതിനെതിരെ നിന്ന് അതൊരു ഗെയിമാണെന്ന് വളച്ചൊടിച്ച് മനസ്സിലാക്കിയിട്ടും കൃത്യമായിട്ട് വ്യക്തമായിട്ട് പ്രേക്ഷകരോടും എനിക്ക് സംസാരിക്കാനുണ്ട്. കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായിട്ടും അതൊരു ഗെയിമാണെന്നുള്ള രീതിയിൽ അതിനെ വളച്ചൊടിച്ച് നിലവാരമില്ലാത്ത കളി കളിച്ച പലരും ഈ ടണൽ ടീമിലുണ്ട്. ടണൽ ടീമിൽ നിന്ന് വന്നൊരു ബോൾ കഴിഞ്ഞ കളിയിലേക്ക് വ്യക്തമായിട്ട് എന്റെ തലയിൽ കൊണ്ടത് ഇവിടെ എല്ലാവരും കണ്ടതാണ്. അത് മഞ്ഞ ബോളായിരുന്നു. ഡെൻ പറഞ്ഞു അത് എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഡെന്നിന് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. കുഞ്ഞു കുട്ടികളല്ലേ, അവര് ചെറിയ പിള്ളേരല്ലേ, അവര് മറന്നുപോയി. ഇപ്പൊ എറിഞ്ഞ ഒരു ബോൾ, അതായത് ആകെ നിങ്ങളെ മാത്രം പവർ ടീമിനെ മാത്രം ലക്ഷ്യം വെച്ച് എറിഞ്ഞ ബോളുകളിൽ നിന്ന് ഒരെണ്ണം മാറ്റി എറിഞ്ഞു എന്നുള്ളത് ഡെന്നിന് ഓർമ്മയുണ്ടായിരുന്നില്ല. ആ ബോൾ എറിഞ്ഞു എന്നുള്ളത് ടണൽ ടീമിനും വ്യക്തമായിട്ട് ഓർമ്മയില്ല. കാരണം എന്താ? അവരുടെ മഞ്ഞ ബോൾ എറിഞ്ഞത് അവർക്ക് അറിയാം. ഇപ്പോ അഡ്വാൻറ്റേജിൽ നിൽക്കുന്നത് ആരാ? ഇവിടെ യോഗ്യതയില്ലാതെ അഡ്വാൻറ്റേജിൽ നിൽക്കുന്നത് ടണൽ ടീമാണ്. കാരണം 10 ബോൾ കിട്ടേണ്ട സ്ഥാനത്ത് 11 ബോൾ അവർക്ക് കിട്ടി. അതിൽ നിന്നും അന്തസ്സുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ബോൾ എടുത്ത് മാറ്റണം എന്നുള്ളതാണ് എന്റെ വ്യക്തമായിട്ടുള്ള നിലപാട്. അതാണ് കളി, അതാണ് സത്യസന്ധമായിട്ടുള്ള കളി. അതായത് 11 ബോൾ ആദ്യത്തെ റൗണ്ടിൽ എറിഞ്ഞു കഴിഞ്ഞ ഡെന്നാണ്, അല്ല സോറി,
സോറി ടണൽ ടീമാണ്. മഞ്ഞ ബോൾ എടുത്തെറിഞ്ഞു, എന്റെ മുഖത്ത് കൊണ്ടു, അത് താഴെ വീണു. ഞാൻ അന്വേഷിച്ച് നടക്കാം ഇവിടെ റെഡ് ബോൾ എവിടെയാണ്. റെഡ് ബോൾ ഇവിടെ ഇല്ല, മഞ്ഞ ബോളാണ് കിടക്കുന്നത്. കാരണം എന്താ, അവരെറിഞ്ഞത് മഞ്ഞ ബോളാണ്. എന്നിട്ട് ആ അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത നിലവാരമില്ലാത്ത രീതിയിൽ അതിൽ കിടന്ന് മെഴുകി 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 എഴയാനല്ലാതെ ടണൽ ടീമിനെ കൊണ്ട് ഒന്നും നടക്കില്ല. സത്യസന്ധമായിട്ടൊരു കളി കളിക്കാനോ കൃത്യമായിട്ടൊരു കളി കളിക്കാനോ വ്യക്തമായിട്ടൊരു കളി കളിക്കാനോ ടണലിന് പറ്റില്ല എന്നുള്ളത് ടണൽ തെളിയിച്ചു കഴിഞ്ഞു. ഡെൻ ടീമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ ടീമിനെ മാത്രം ലക്ഷ്യം വെച്ച് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡെൻ ടീം വ്യക്തമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും അത് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അതോടൊപ്പം തന്നെ എറിഞ്ഞിട്ടുള്ള ബോളുകൾ എത്രണ്ണം എങ്ങോട്ട് എറിഞ്ഞു എന്നുള്ളത് പോലും അവർക്ക് ഓർമ്മയില്ല എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നു. എന്താ, നിങ്ങൾക്ക് 2 വയസ്സേ ആയിട്ടുള്ളൂ, അതായത് ഇപ്പൊ കഴിഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ മറന്നു പോകാൻ തക്ക വിധത്തിൽ അത്രയും ഓന്തിന്റെ ബുദ്ധിയാണോ നിങ്ങൾക്ക്? അതോ നിലപാടിന് വേണ്ടി കൂട്ടുകാരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നിലപാടില്ലായ്മ? നിങ്ങൾ പറഞ്ഞു ഓർമ്മയില്ല എന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. 3 ബോളാണ് ഇവിടെ ഉള്ളത്, അതിൽ 2 ബോളുകളെ ഡെന്നിൽ നിന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ എറിഞ്ഞ ബോളുകളും നമ്മളുടെ മേത്തേക്ക് വന്ന ബോളുകളും വ്യക്തമായിട്ട് നമുക്ക് ഓർത്തിരിക്കാമെങ്കിൽ ഡെന്നിൽ ഇത്രയും അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടെന്ന് പറയുന്ന ഡെൻ ടീമിലുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പറയുമ്പോൾ അത് എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിങ്ങളുടെ നിലപാടില്ലായ്മയും സത്യസന്ധത ഇല്ലായ്മയുമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഈ അവസരത്തിൽ. പറഞ്ഞു കഴിഞ്ഞോ? ഓന്തിന് ഓർമ്മയില്ല. അല്ലല്ല, പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പം എന്നാ ഞാൻ ആദ്യമേ തന്നെ നെസ്റ്റിൽ നിന്ന് തുടങ്ങാം. നെസ്റ്റിലെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓർക്കുന്ന ഗബ്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പല കാര്യങ്ങളും ഗബ്രി ഇവിടെ ചെയ്തിട്ട് മറന്നുപോയി, ഓർമ്മയില്ല എന്ന് ഗബ്രി പല സാഹചര്യങ്ങളിൽ പലവട്ടം പലരോടായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കറക്റ്റായ ഒരു കാര്യമാണ്. ഗബ്രിക്ക് 2 വയസ്സാണോ 3 വയസ്സാണോ എന്നുള്ളത് ഒരു ടാസ്കിൽ ഞാൻ ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇവർ പറയുമ്പോൾ നമ്മൾ തീരുന്നത് വരെ കാത്തിരിക്കേണ്ട ഒരു മര്യാദ ഇല്ലാത്ത ഗബ്രിയോട് വീണ്ടും എത്രത്തോളം മിടുക്കനാണെന്ന് ഇവിടെ പലർക്കും അറിയാവുന്നതാണ്. ഈ ഗെയിമിൽ ഇവിടെ നടക്കില്ല.